സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 15 മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ ഇൻഷുറൻസ് പദ്ധതികൾ. ചിലപ്പോ വല്ലാത്ത തണുപ്പ്, ചില സമയത്താണെങ്കിൽ നല്ല ചൂടും. ഈ കാലാവസ്ഥയ്ക്ക് ഇത് എന്നാ പറ്റിയത്? ലക്ഷ്മി മോളെ, ഇന്നേ കാലാവസ്ഥയൊക്കെ ആകെ മാറിയിരിക്കുന്നത് പോലെ തോന്നുന്നു. അത് ശരിയാ മുത്തശ്ശ. പുതപ്പൊന്ന് പുതയ്ക്കാന്ന് വെച്ചാ ഭയങ്കര ചൂട്, എന്നാ ഫാൻ ഇടാന്ന് വെച്ചാലോ ഭയങ്കര തണുപ്പും. നമ്മുടെ കാലാവസ്ഥയിലെ ഈ മാറ്റങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണെന്ന് മോക്കറിയോ? ഞങ്ങളെപ്പോലെ പ്രായം ചെന്നവരെയാണ്. ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പം പ്രായം ചെന്ന ആളുകളുണ്ടല്ലോ, നല്ല കരുതലെടുക്കണം മോളെ. സത്യാണ് മുത്തശ്ശ, ഈ സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണം. ഈ പ്രായത്തിലെ ആരോഗ്യത്തെക്കുറിച്ചും നല്ല ശ്രദ്ധ വേണം. അല്ലെങ്കിലേ വൈറൽ ഇൻഫെക്ഷൻ, പനി, തുമ്മൽ, ചുമ ഒക്കെ വരും. എനിക്ക് തന്നെ ഇതിൻ്റെ ഒക്കെ ലക്ഷണങ്ങളുണ്ട്. മുത്തശ്ശൻ എന്തായാലും അതോർത്ത് പേടിക്കണ്ട. മുത്തശ്ശനെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? അത് ശരിയാ, പക്ഷെ എല്ലാവരും എന്നെ പോലെ ഭാഗ്യമുള്ളവരല്ലല്ലോ. മോളെ, നീ എന്താ അവിടെ ചെയ്യുന്നേ? ഒരുങ്ങുന്നില്ലേ? നമുക്ക് പ്രോഗ്രാമിന് പോകണ്ടേ? ആഹാ, മുത്തശ്ശൻ ഇന്നെല്ലാം ഓർമ്മയുണ്ടല്ലോ. മുഖത്താണെങ്കിൽ നല്ല സന്തോഷവും. അങ്ങനെ കളിയാക്കാൻ മാത്രം എപ്പോഴും എനിക്ക് മറവിയൊന്നുമില്ല വച്ചേ. പിന്നെ നമ്മുടെ ശ്രോതാക്കൾ നമ്മളോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുമ്പോൾ എങ്ങനെ മറക്കാനാ? അത് സത്യാണ് മുത്തശ്ശ. ശ്രോതാക്കളുടെ സ്നേഹം കാണുമ്പോഴേ നമ്മൾ കൂടുതൽ ആവേശഭരിതരാകുന്നുണ്ട്. ശ്രോതാക്കളാണ് നമ്മുടെ ജീവനാഡി. സ്വന്തം മുത്തശ്ശനെ പോലെയാ അവരെന്നെ സ്നേഹിക്കുന്നത്. നിനക്കതറിയില്ലേ ലക്ഷ്മി? എല്ലാവരും എന്റെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുക്കളാണ്. എന്നോടും എല്ലാവർക്കും എന്തൊരു സ്നേഹാണെന്നോ. എന്നാ നമുക്ക് വേഗം റെഡിയാകാം. ഇന്നേ നല്ല തണുപ്പാ. താമസിക്കാതെ തന്നെ നമുക്ക് ഇറങ്ങാം. സ്റ്റുഡിയോയിലെത്താനേ കുറച്ച് സമയം എടുക്കൂലേ? അതെ, ഈ ദിവസങ്ങളിൽ പകല് നല്ല ചൂടുമാണ്. ഇന്ന് ഞാൻ എൻ്റെ ചില കൂട്ടുകാരെ കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അല്പം തമാശയൊക്കെ പറയാനും പിന്നെ ഗൗരവമായ ചില കാര്യങ്ങൾ സംസാരിക്കാനും. അത് നന്നായി. നമുക്ക് വേഗം തന്നെ പോയേക്കാം. പ്രോഗ്രാം സമയത്ത് തന്നെ തുടങ്ങാലോ. ശരി ശരി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കൃത്യസമയത്ത് നമ്മൾ പ്രോഗ്രാം തുടങ്ങും. എങ്കിൽ ശരി, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. അല്ലെങ്കിലേ ഈ പെണ്ണുങ്ങൾക്കൊരുങ്ങാൻ എത്ര സമയം കിട്ടിയാലും മതിയാവില്ലാന്ന് മുത്തശ്ശൻ പറയില്ലേ? അതെ അതെ, ഞാനും വേഗം റെഡിയാകാം. നമുക്ക് പോയാലോ മുത്തശ്ശ? ഞാൻ റെഡി. പോകാം മോളെ, ഞാനും റെഡി. എന്നാ വാ. ഇന്ന് പഴയ കുറച്ച് കൂട്ടുകാരെ കാണണം. നല്ല രസമായിരിക്കും ആ കൂടിക്കാഴ്ച. മുത്തശ്ശൻ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. പഴയ ഓർമ്മകളിലാണോ? എന്നാ അത് ഞങ്ങളോടും കൂടി ഒന്ന് പറ. ഓർമ്മകളെ എന്നും സുന്ദരമാണല്ലോ. കൂട്ടുകാരെ പറ്റിച്ചും അവരുടെ കൂടെ പാട്ടുപാടിയുമൊക്കെ നടന്ന പഴയ കാലം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे ഞാനത് ബാക്കി മറന്നുപോയി. വാവ്, മുത്തശ്ശൻ ഇത്ര കുസൃതിക്കാരനായിരുന്നു എന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഒരു കുറുമ്പൻ മുത്തശ്ശൻ. നമ്മുടെ രണ്ടു പേരുടെയും കാലങ്ങൾ ഒരുപാട് വ്യത്യസ്തമല്ലേ മോളെ?
എന്തായാലും നമ്മൾ റേഡിയോ സ്റ്റേഷനിലെത്തി. അവിടെ ഇരിക്കുന്നതാരാ മുത്തശ്ശ? പഴയ കൂട്ടുകാരിൽ ആരോ നേരത്തെ എത്തി എന്ന് തോന്നുന്നല്ലോ. അതോ മറ്റാരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കോ? വാ, ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ സുഹൃത്ത് സുഗു. സുഗു, ഇതെന്റെ കൊച്ചുമോൾ ലക്ഷ്മിയാണ് കേട്ടോ. നമസ്തേ അങ്കിൾ, എന്തുണ്ട് വിശേഷം? നമസ്കാരം മോളെ. അങ്കിള് സുഖമായിട്ടിരിക്കുന്നു. മുത്തശ്ശ, അങ്കിളിന് എന്നെ നേരത്തെ അറിയാമോ? നീ അങ്കിളിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നീ ഓർക്കുന്നുണ്ടാവില്ല. ലക്ഷ്മി, വൃദ്ധസദനങ്ങളെ കുറിച്ചൊക്കെ നീ ഇയാളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. വരൂ അങ്കിൾ, നമുക്കുള്ളിലേക്ക് പോവാം. ശരി ശരി, പോകാം മോളെ. മുത്തശ്ശ, പരിപാടി തുടങ്ങാനുള്ള സമയമായല്ലോ. എന്നാ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ശരി മുത്തശ്ശ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വയോമിത്ര പരിപാടിയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചുമകൾ ലക്ഷ്മി. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭരതൻ മുത്തശ്ശൻ. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഇന്ന് മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണെന്നറിയാൻ നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുണ്ടാകുമല്ലേ? അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം ശ്രോതാക്കളെ. ഞാൻ ഭരതന്റെ പ്രിയ കൂട്ടുകാരൻ സുകുമാരൻ. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം. നമ്മുടെ വയോധികരെ ആദരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പരിപാടി. ഈ അധ്യായത്തിൽ വയോധികർക്കുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുമാണ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സാമൂഹ്യനീതിയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ്. പ്രായമായവർ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, മറ്റ് പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർ മുതലായവരുടെ സാമൂഹിക ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഈ മന്ത്രാലയം ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു വരുന്നു. ലക്ഷ്മി, നിനക്കറിയാലോ ഈ മുത്തശ്ശനെ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നമുക്കിപ്പോഴേ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന മഹാകുംഭമേളയെപ്പറ്റി ഞാൻ ഇന്നലെ നമ്മുടെ ശങ്കറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെയോ? അദ്ദേഹം എന്തു പറഞ്ഞു മുത്തശ്ശ? നീ സേജ് പദ്ധതിയെപ്പറ്റി മുമ്പ് എപ്പോഴോ അദ്ദേഹത്തോട് വിശദീകരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് പറയാമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടേ. ഓഹോ, ശങ്കർ അങ്കിൾ അത് ഇത്ര പെട്ടെന്ന് മറന്നോ? സാരല്ല, ഞാൻ ഒന്നുകൂടി പറയാം. കൂട്ടുകാരെ, പെട്ടെന്ന് ഇത് റെക്കോർഡ് ചെയ്യുകയോ എഴുതിയെടുക്കുകയോ ചെയ്തോളൂ. സേജ് എന്നത് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. വയോധികരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ വിവിധ ആവശ്യങ്ങളിൽ സഹായിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണിത്.
2021 ജൂൺ മാസത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. വയോജനങ്ങളുടെ പരിചരണത്തിനായി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങളാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ കീഴിൽ എന്തൊക്കെ സേവനങ്ങളാണ് ലക്ഷ്മി ലഭിക്കുക? ഒന്ന്, ആരോഗ്യ സേവനങ്ങളാണ്. ടെലിമെഡിസിൻ സേവനങ്ങൾ, ഹെൽത്ത് കെയർ സപ്പോർട്ട് പോലെയുള്ളവ. പിന്നെ സാമൂഹ്യ സേവനങ്ങളാണ്. വയോജനങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായി ഇടപഴകാനും സംവദിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന പദ്ധതികളാണിവ. മറ്റൊന്ന്, ഗാർഹിക സേവനങ്ങളാണ്. അനുദിന സഹായങ്ങൾ, ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ തുടങ്ങിയവ. വേറൊന്ന്, വയോധികർക്ക് വിജ്ഞാനവും വിനോദവും നൽകുന്ന സേവനങ്ങളാണ്. ഡിജിറ്റൽ ലേണിംഗ്, ആക്ടിവിറ്റി സെന്ററുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നവയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആവശ്യമായ ആരോഗ്യ സേവനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ഇതുവഴി വയോധികർക്ക് ലഭിക്കുമല്ലോ. എങ്കിലും സേജ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക് ലക്ഷ്മി. ഈ പദ്ധതി വഴി വയോജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തികവും ഭരണപരവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമവും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനവും മികച്ച ജീവിത നിലവാരവുമൊക്കെ ഉറപ്പുവരുത്തുന്ന സാമൂഹികാന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. വയോധികരായ ഓരോരുത്തർക്കും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇത് വളരെ നന്നായിരിക്കുന്നല്ലോ. നോക്കു മുത്തശ്ശ, ഇതെത്ര ലളിതമാണ്. ഞാൻ എത്ര പെട്ടെന്നാ ഈ പദ്ധതി പരിചയപ്പെടുത്തി കഴിഞ്ഞത്. എന്റെ മോൾ ലക്ഷ്മി പണ്ടേ മിടുക്കിയല്ലേ? ആ അതെ വരദ, ലക്ഷ്മി മിടുക്കിയ. നമ്മൾ വയോജനങ്ങൾക്ക് ഇവളൊരു ദേവതയെ പോലെയല്ലേ? എല്ലാം നിങ്ങളുടെ അനുഗ്രഹമാണ്. അതുപോട്ടെ, അങ്കിൾ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ആകെ വിയർത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ വലിയ ചൂടുമില്ല. എന്ത് ചെയ്യാനാ മോളെ, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതല്ലേ, മക്കൾ ആരും കൂടെയില്ല. എനിക്കാണെങ്കിൽ പണിയെടുക്കാനുള്ള ആരോഗ്യശേഷി ഇപ്പം ഇല്ല. മരുന്ന് വാങ്ങാനുള്ള പൈസക്കായി എന്തൊക്കെ ചെയ്താലാ, ആരെയൊക്കെ ഒന്ന് കണ്ടാലാ. അതെയോ സുഖു, എങ്ങനെയാ നീ ചെലവിനുള്ള കാശ് കണ്ടെത്തുന്നത്? എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നില്ലേ? ആ, പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം എന്താകാനാ? സർക്കാർ തരുന്ന പെൻഷൻ കൊണ്ട് എല്ലാ ചെലവും നടത്താൻ പറ്റില്ലെന്ന് ഭരതനും അറിയാലോ. പിന്നെ എന്തു ചെയ്യും? ഈ പ്രായത്തിൽ നീ ലോൺ എടുത്താണോ പണം കണ്ടെത്തുന്നത്? ഭരത, ഈ പ്രായത്തിൽ നമ്മൾക്കൊക്കെ ആര് ലോണ് തരാനാ? എൻ്റെ കയ്യിലാകെയുള്ളത് കുറച്ച് സ്ഥലവാ. അതിലൊരു ഭാഗം ഞാൻ വിറ്റു. ശരിക്കും പറഞ്ഞ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞതുപോലെയാ. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. നിങ്ങൾ വാങ്ങിയ ഭൂമി വിൽക്കുന്നു, ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെയല്ലേ, പിന്നെന്താ? ആ, ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാ ഭരത. പക്ഷെ ഈ കാശ് പെട്ടെന്ന് തീരും. ബാക്കിയുള്ളതും വിൽക്കേണ്ടി വരും. അങ്കിള് പേടിക്കണ്ട, അതൊന്നും വിൽക്കേണ്ടി വരില്ലെന്നേ. ആഹാ, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും മോളെ? ശരിയല്ലേ ലക്ഷ്മി? ഇദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരു വഴിയല്ലേ ഉള്ളൂ. അത് വിൽക്കാതെ സുഖു എങ്ങനെ ജീവിക്കുക? മുത്തശ്ശ, വിവിധ പെൻഷൻ സ്കീമുകളെ പറ്റിയും ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശ്രോതാക്കൾക്കും അത് ഉപകാരപ്പെടുമല്ലോ. ആ, അത് ശരിയാ. മോള് പറ. അതെ, സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയേ നിരവധി പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ പറയാം. ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതിയാണ് ഒന്നാമത്തേത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് ഈ പദ്ധതി. ദേശീയ സാമൂഹിക സഹായ പദ്ധതിയാണ് മറ്റൊന്ന്. ഇത് മുതിർന്നവർക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്ക് കൂടി വേണ്ടിയുള്ള പദ്ധതിയാണിത്. മറ്റൊന്നാണ് മുത്തശ്ശ അന്നപൂർണ പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്കുള്ള പദ്ധതിയാണിത്. ഓ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പദ്ധതി ഉള്ളത് എന്തായാലും നന്നായി. ആ, അത് ശരിയാ. വയോജനങ്ങൾക്കും വിധവകൾക്കും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ ഉള്ളവർക്കും
അന്തസ്സായിട്ട് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ടൊക്കെ ലക്ഷ്യമിടുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ പെൻഷൻ പദ്ധതികൾ. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചില പദ്ധതികളെ കുറിച്ചുകൂടി ഞാൻ പറയാം. എന്നാലേ അതിനു മുൻപ് നമുക്കൊരു നാടൻ പാട്ട് ലക്ഷ്മി, ഇനി ഞങ്ങളോട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പറയൂ. തീർച്ചയായും ആദ്യത്തെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ജീവൻ അക്ഷയ യോജന. വാർദ്ധക്യകാലത്തെ ഒരു സ്ഥിരം വരുമാനം ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ജീവൻ അക്ഷയ യോജന അല്ലേ? കൊള്ളാം. അതിന്റെ മറ്റു ഗുണങ്ങളും കൂടി പറയാമോ ലക്ഷ്മി? മുത്തശ്ശ, ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരു സ്ഥിര വരുമാനം ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. ഒപ്പം ആജീവനാന്ത വരുമാനം ഉറപ്പു നൽകിക്കൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പു നൽകുന്നുണ്ട്. ഒറ്റത്തവണ നിക്ഷേപത്തിൽ നിന്നാണ് ഈ പദ്ധതിയിലൂടെ വയോധികർക്ക് സ്ഥിര വരുമാനം ലഭിക്കുക. കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നികുതി ആനുകൂല്യങ്ങളും ഉണ്ട്. മുത്തശ്ശ, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ മുത്തശ്ശൻ എന്തായാലും ഈ പദ്ധതിയിൽ ചേരണം. ഓ മുത്തച്ഛ, എന്തെങ്കിലും ചാടിക്കയറി പറയുന്നതിന് മുമ്പ് ജീവൻ അക്ഷയ യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വേണം മോളെ, മോള് പറ. ഈ പദ്ധതിയിൽ അംഗമാവാനേ 60 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം. കൂടാതെ കുറഞ്ഞത് 1 ലക്ഷം മുതൽ പരമാവധി 50 ലക്ഷം രൂപ വരെ ഒറ്റത്തവണ നിക്ഷേപവും ആവശ്യമാണ്. അത് ശരിയാ ലക്ഷ്മി. വാർദ്ധക്യകാലത്തെ ഈ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് നല്ലൊരു മാർഗം തന്നെയാണെന്ന് തോന്നുന്നു.
ഒരിക്കൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിശ്ചിത നിരക്കിൽ പലിശ ലഭിക്കും. പെൻഷൻ ആ പലിശയിൽ നിന്നാ ലഭിക്കുക. മുത്തച്ഛന് മനസ്സിലായോ? ആ, ഇത് കൊള്ളാലോ, നല്ലൊരു പദ്ധതി തന്നെയാ. പക്ഷേ ഇത് ഓഹരി വിപണി പോലെയാണോ? എൻ്റെ പണം നഷ്ടപ്പെടുമോ? ഏയ് ഇല്ല, ഈ പദ്ധതി പെൻഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾ ഈ പദ്ധതിയെ ബാധിക്കുന്നതേയില്ല. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പദ്ധതി ആയതിനാൽ ഇതിൽ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല മുത്തച്ഛ. ഓ, അതു ശരി. അപകട സാധ്യതയില്ല, ഒപ്പം സ്ഥിരം വരുമാനവും. ഇതുപോലെ മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടോ മോളെ? ഉണ്ട് മുത്തച്ഛ, ഇനിയും പദ്ധതികളുണ്ട്. അത്തരത്തിലൊന്നാണ് ജീവൻ ശാന്തി യോജന. വയോധികർക്ക് ജീവിതത്തിന്റെ അവസാന കാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിൽ അംഗമാവാൻ വളരെ എളുപ്പമാണ്. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അടുത്തുള്ള ബാങ്ക് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ അപേക്ഷിക്കാം. 60 വയസ്സുവരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. ആ, അത് കൊള്ളാലോ ഭരത. കേട്ടിട്ട് വളരെ നല്ലൊരു പദ്ധതിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല മുത്തശ്ശ, സാധാരണ പെൻഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോളിസി സറണ്ടർ ചെയ്യാത്തിടത്തോളം വായ്പ എടുക്കുന്നതോ പോളിസി അവസാനിപ്പിക്കുന്നതോ പെൻഷൻ തുകയെ നേരിട്ട് ബാധിക്കുകയില്ല. ലക്ഷ്മി, നീ ഞങ്ങളെ ഇന്ന് വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് കേട്ടോ. എന്നാ ഒരിക്കൽ കൂടി ഞെട്ടിക്കോളൂ. അടുത്ത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പറയാം. ഇനിയുമുണ്ടോ? കേൾക്കട്ടെ. മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര വരുമാനം ഉറപ്പു നൽകുന്ന മറ്റൊരു പദ്ധതിയാണ് ന്യൂ പെൻഷൻ പ്ലസ് യോജന. ആജീവനാന്ത വരുമാനം ഉറപ്പു നൽകുന്ന ഈ പദ്ധതിക്ക് ഒരു സ്ഥിര നിക്ഷേപം ആവശ്യമാണ്. നിക്ഷേപകരായ മുതിർന്ന പൗരന്മാർക്ക് നികുതി ഇളവുകളും ലഭിക്കും. വയോജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതോടൊപ്പം വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും മരണാനന്തര ആനുകൂല്യങ്ങളും ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. എന്തായാലും ഇതൊരു ULIP പദ്ധതിയാണ്. ULIPയോ? ഓ, അതെന്താ? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നതിന്റെ ചുരുക്കരൂപമാണ് ULIP. പണം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കൂടി സഹായിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. ബാക്കി വിവരങ്ങൾ നമുക്കൊരു LIC ഓഫീസർ വയോജനങ്ങൾക്കുള്ള പദ്ധതിയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഭാരതത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള 22 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു പ്രതിനിധിയായി സംസാരിക്കുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ജയൻ ആർ വൈത്തിൽ കമ്മന. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ നെടുന്തൂണായ വയോജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക അസമത്വങ്ങൾക്ക് പരിഹാരമെന്ന രീതിയിലുള്ള പദ്ധതികൾ പൊതുമേഖലാ സ്ഥാപനമായ LICയിൽ നിന്നും ആവിഷ്കരിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ ജോലിയിൽ നിന്നും വിരമിച്ച വയോജനങ്ങൾക്ക് മതിയായ രീതിയിലുള്ള പെൻഷൻ ലഭിക്കുമെങ്കിലും സാധാരണക്കാർക്കും കർഷക സുഹൃത്തുക്കൾക്കും അവരുടെ വാർദ്ധക്യകാലത്ത് സ്ഥിര വരുമാനമില്ലാതെ ഉള്ള സാമ്പത്തിക വിഷമതകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ ആശ്രിതരും ഇത്തരുണത്തിൽ വിഷമം അനുഭവിക്കുന്നവരാണ്. LICയിൽ നിന്നുള്ള ചില പെൻഷൻ പദ്ധതികൾ ഇതിന് ഒരു പരിധിവരെ പരിഹാരം നിർദ്ദേശിക്കുന്നവയാണ്. ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് പോലുള്ള പെൻഷൻ പദ്ധതികൾ ഒറ്റത്തവണ നിക്ഷേപം നടത്തി ഉടൻ തന്നെ പെൻഷൻ ലഭിക്കുന്നതും ഇല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ് ഗ്യാരണ്ടീഡായി കുടുംബത്തിലേക്ക് പെൻഷൻ ലഭിക്കുന്നതും പദ്ധതികളാണ്. ഇതിൽ ജീവൻ ശാന്തി എന്ന പദ്ധതിയിൽ 30 വയസ്സ് മുതൽ 79 വയസ്സ് വരെ ഉള്ളവർക്ക് അംഗങ്ങളായി ചേരാം. അവർക്ക് 1 വർഷമോ 5 വർഷമോ കാത്തിരിപ്പിന് ശേഷം ഗ്യാരണ്ടീഡായി അവരുടെ അക്കൗണ്ടിൽ പെൻഷൻ വന്നുകൊണ്ടിരിക്കും. പെൻഷന് വേണ്ടി നിക്ഷേപിക്കേണ്ട ഒറ്റത്തവണ നിക്ഷേപം ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. ഇതിന് ഏതൊരു പൊതുമേഖലാ സ്ഥാപനം തരുന്നതിനേക്കാൾ, ബാങ്കുകൾ തരുന്നതിനേക്കാൾ ഗ്യാരണ്ടീഡ് പെൻഷൻ തുക LIC വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആജീവനാന്തം നിക്ഷേപിക്കുന്ന വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പങ്കാളിക്കോ പെൻഷൻ ലഭിച്ചതിന് ശേഷം നിക്ഷേപ തുക കാലശേഷം കുടുംബത്തിൽ അവകാശിക്ക് തിരിച്ചു നൽകുന്നതാണ്.
അടുത്ത പദ്ധതിയായ ജീവൻ അക്ഷയ് 25 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളവർക്ക് ചേരാൻ കഴിയും. ഇതിൽ കാത്തിരിപ്പ് കാലാവധിയില്ല. നിക്ഷേപിച്ചതിൻ്റെ പിറ്റത്തെ മാസം തന്നെ അവർക്ക് പെൻഷൻ എന്ന രീതിയിൽ തുക ആജീവനാന്തം ലഭിക്കും. ഇത് ത്രൈമാസികമായോ അർദ്ധവാർഷികമായോ വാർഷികമായോ വാങ്ങാൻ കഴിയും. ഇതുകൂടാതെ രാജ്യത്തെ ഓഹരി വിപണിയെ അടിസ്ഥാനപ്പെടുത്തി യൂലിപ്പ് പദ്ധതികൾ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനും LIC നൽകുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് നിവേശ് പ്ലസ്, ഇൻഡെക്സ് പ്ലസ് തുടങ്ങിയവ. ഇത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക രാജ്യത്തെ ഓഹരി വിപണിയിൽ LICയുടെ നേതൃത്വത്തിൽ നിക്ഷേപിച്ച് നല്ല രീതിയിൽ ഒരു കാലാവധി കഴിഞ്ഞ് അതിൻ്റെ മച്യൂരിറ്റി തുക കൊണ്ട് നിക്ഷേപിച്ച വ്യക്തിക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. ഇത് രാജ്യത്തെ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ ബാധിക്കുമെങ്കിലും LIC പോലത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം 5 വർഷത്തേക്ക് മിനിമം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ജീവൻ ശാന്തി പോലുള്ള പദ്ധതികൾ ഇപ്പോഴത്തെ ബാങ്ക് നിരക്ക് അനിശ്ചിതമായി തുടരുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ പോലും ഒരു നിശ്ചിത വരുമാനം ഉറപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായപ്പോൾ കാലാവധിയിൽ ഒരു തുക ഗ്യാരണ്ടി ചെയ്യുന്ന പദ്ധതികളാണ്. ഇന്നുള്ള വയോജനങ്ങൾക്കും വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്നവർക്കും ഭാവി ആവലാതികളില്ലാതെ കഴിച്ചുകൂട്ടാൻ ഇത്തരം പദ്ധതികളിൽ ഇന്നേ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുമേഖലാ സ്ഥാപനമായ LICയിൽ നിന്നും ഉള്ള ഇത്തരം പദ്ധതികളെക്കുറിച്ച് വിശദമായി നിങ്ങളോട് സംവദിക്കുവാൻ 94 47 309 653 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ആനന്ദകരമായ ഒരു ഭാവി ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹെൽപ്പ് ലൈൻ നമ്പറിൽ പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനമാണ്. ജീവിതാനുഭവങ്ങളാൽ സമ്പന്നമായ നിധിയാണവർ. അവരിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അവരിലൂടെയാണ് നാം ആത്മാഭിമാനം നേടുന്നത്. നമ്മുടെ ഇന്ത്യ മഹത്തരമാണ്. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനമാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ പുഞ്ചിരിക്കുക, സന്തോഷം പകരുക, ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത്
സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക. എപ്പിസോഡ് 15 മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ ഇൻഷുറൻസ് പദ്ധതികൾ.